വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9th ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിനകത്ത് നിർബന്ധമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് സാറ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. മക്കളെ, നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ് അല്ലേ? എല്ലാത്തിലും ഇതുപോലെ തന്നെ വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇത് നമ്മുടെ ഈ ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാൽ അല്ലേ? അപ്പം നിങ്ങൾക്ക് കാണാം ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫി തന്നെ എന്താണ്, അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫിസിയോഗ്രഫിയാണ് അല്ലെങ്കിൽ ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മക്കളെ, നിങ്ങൾ കണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യക്കകത്ത് നിങ്ങൾ കാണാം, വേൾഡിലെ തന്നെ നിങ്ങൾ കണ്ടത് ഈ പറയുന്ന മെഗാ ഡൈവേഴ്സിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ഒരു 12th മെഗാ ഡൈവേഴ്സിറ്റിയാണ് ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെറൈറ്റികൾ ഇന്ത്യക്കകത്ത് ഉണ്ട്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു 47 നിങ്ങൾക്കറിയാം 47,000ഓളം ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്തുണ്ട്. അത് തന്നെ നിങ്ങൾ കണ്ടത് ആ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു 10th പൊസിഷനാണ് ഇന്ത്യക്കകത്ത് അത്രയും വെറൈറ്റിയിൽ വേൾഡിലുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഏഷ്യയിലാണെങ്കിൽ ഒരു 4th പൊസിഷനിലാണ് ഈ പറയുന്ന പ്ലാന്റ് ഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുക. അത്രയും വെറൈറ്റി പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ, ഇന്ത്യയിലെ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു 15,000ഓളം ഫ്ലവറിങ് പ്ലാന്റ്സുകൾ എവിടെയുണ്ട് ഇന്ത്യക്കകത്തുണ്ട്. ഇനി അതിൽ തന്നെ നിങ്ങൾ കണ്ടത് ഏകദേശം ഒരു 6%ഓളം വേൾഡിൽ എവിടെ തന്നെയാണ് ഇന്ത്യക്കകത്താണ്. ഫ്ലവറിങ് പ്ലാന്റ്സുകളിൽ ഒരു 6%ഓളം ടോട്ടൽ വേൾഡിലുള്ളതിൽ എവിടെ തന്നെയാണ് ഇന്ത്യക്കകത്ത് തന്നെയാണ്. ഇനി അത് കൂടാതെ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകളാണ്. ഇതുപോലെ തന്നെ പൂക്കളൊന്നും ഉണ്ടാവാത്ത പ്രധാനപ്പെട്ട പ്ലാന്റ്സുകളുണ്ട്. അതിലൊരു എക്സാമ്പിളാണ് ഫേംസ്, ആൽഗെ, അതുപോലെ തന്നെ ഫംഗിയാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞ ഫേംസ് ആണ് ഇത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണാം ആൽഗയാണ് കാണുന്നത്. സെക്കൻഡ് വൺ നിങ്ങൾക്ക് കാണാം ഫംഗി കാണാം. ഇതൊക്കെ എന്താണ് വെറൈറ്റി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള നോൺ ഫ്ലവറിങ് പ്ലാന്റ്സുകൾ ഒരുപാട് എവിടെയുണ്ട് ഇന്ത്യക്കകത്തുണ്ട്. അത് കൂടാതെ നെക്സ്റ്റ് വൺ നമുക്ക് കാണേണ്ടത് അനിമൽസുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്പീഷീസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അനിമൽസിലേക്ക് നോക്കിയാൽ മതി. ഏകദേശം നിങ്ങൾ കണ്ടത് ഒരു 90,000ഓളം സ്പീഷീസ് ഓഫ് അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്തുണ്ട്. അതിൽ തന്നെ നിങ്ങൾ കണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്തുണ്ട്. അത് ഫ്രഷ് വാട്ടറിലുണ്ട്, പ്ലസ് ഇതുപോലെ മറൈൻ വാട്ടേഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട്. അതുകൂടാതെ നെക്സ്റ്റ് വൺ നമുക്ക് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക് തന്നെയാണ് നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ വെർജിൻ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന നാച്ചുറൽ വെജിറ്റേഷൻ. അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് നാച്ചുറൽ വെജിറ്റേഷൻ റെഫേഴ്സ് ടു എ പ്ലാന്റ് കമ്മ്യൂണിറ്റി വിച്ച് ഹാസ് ഗ്രോൺ naturally without human aid and has been left undisturbed by human for long time. This termed virgin vegetation. അപ്പോൾ മക്കളെ, നിങ്ങൾക്കറിയാം നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ വെർജിൻ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു ഇടപെടലും ഇല്ലാതെ ഈ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് ഇതുപോലെ തന്നെ ഒരു പ്ലാന്റ് കമ്മ്യൂണിറ്റി ഇതുപോലെ തന്നെ വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ പറഞ്ഞ വെർജിൻ വെജിറ്റേഷൻ അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനുഷ്യൻ്റെ യാതൊരുവിധ ഇടപെടലുമില്ല, മനുഷ്യൻ്റെ യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ എന്താണ് ഇതേപോലെ തന്നെ ഈ പറയുന്ന നാച്ചുറൽ തന്നെ എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ പ്ലാന്റുകളൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അതിനെയാണ് നമ്മൾ ഈ ഒരു നാച്ചുറൽ വെജിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾ, നിങ്ങൾക്ക് ആ സ്ക്രീനിനകത്ത് കാണാൻ പറ്റില്ലേ, ഒരു നാച്ചുറൽ വെജിറ്റേഷൻ ആണ്. നിങ്ങൾ നോക്ക്, അത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ്. ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായിട്ടുള്ള പൊസിഷൻസ് ഉണ്ട് അല്ലേ? ഓരോ പ്ലാന്റ്സിനും അതിൻ്റേതായിട്ടുള്ള വലുപ്പമുണ്ട്, അതിൻ്റേതായുള്ള സൈസ് ഉണ്ട്, ഓരോന്നിനും അതിൻ്റേതായുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പുകളുണ്ട്. ഓരോന്നും നമുക്ക് എന്താണ് വെറൈറ്റിയാണ്. ഇതെല്ലാം നാച്ചുറൽ എന്ത് ചെയ്യുന്നത് ഇതുപോലെ തന്നെ നാച്ചുറലായിട്ട് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ വെജിറ്റേഷൻ അല്ലെങ്കിൽ വെർജിൻ വെജിറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് കണ്ടത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഫ്ലോറ ആൻഡ് ഫോണ. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടതാണ് ഫ്ലോറ എന്താണ് ഫോണ എന്താണ്. മക്കളെ, നിങ്ങൾ കണ്ടത് വാട്ട് ഈസ് ഫ്ലോറ ദ ടേം യൂസ്ഡ് ഡിനോട്ട് പ്ലാന്റ്സ് അല്ലേ? പ്രധാനമായിട്ടും നമ്മുടെ ഈ സസ്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ഫോണ? നമുക്ക് നോക്കണമല്ലോ. വാട്ട് ഈസ് ഫോണ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ദ സ്പീഷീസ് ഓഫ് അനിമൽസ് റെഫേഴ്സ് ടു ആസ് ഫോണ. പ്രധാനമായിട്ടും ജന്തുജാലങ്ങളെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഇത് ഫോണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ സസ്യജന്തുജാലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വെറൈറ്റി ആയിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള വെറൈറ്റി ആയിട്ടുള്ള ഈ ഫ്ലോറയെയും അതേപോലെ തന്നെ ഫോണയെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് കാണേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് ആണ്. പ്രധാനപ്പെട്ട് നമുക്ക് ഇന്ത്യക്കകത്ത് കാണുന്ന പ്രധാനപ്പെട്ട വെജിറ്റേഷൻസ് കുറേ വെറൈറ്റികളാണ്. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്
പറ്റുന്നുണ്ട്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകളാണ്. ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ, നിത്യഹരിത വനങ്ങൾ എന്നൊക്കെ പറയുന്നതാണ് അത്. ഇനി സെക്കൻഡ് വൺ നിങ്ങൾ നോക്ക്, ട്രോപ്പിക്കൽ ഡിസീഡസ് ഫോറസ്റ്റുകളാണ്. ഈ പറയുന്ന ഇല പൊഴിയുന്ന കുറേ കാടുകളുണ്ടല്ലോ, അങ്ങനെയുള്ള കാടുകളാണത്. പിന്നെ നെക്സ്റ്റ് വൺ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ആൻഡ് സ്ക്രബ്സ് ആണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന മരുഭൂമിയൊക്കെ പോലുള്ള സ്ഥലങ്ങളിലെ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലുള്ള പ്രധാനപ്പെട്ട വെജിറ്റേഷൻ ആണ്. നെക്സ്റ്റ് വൺ നിങ്ങൾക്കാണ് മൗണ്ടെയിൻ വെജിറ്റേഷൻ ആണ്. ലാസ്റ്റ് വൺ മാൻഗ്രൂവ് വെജിറ്റേഷൻസ് ആണ്. ഇങ്ങനെയുള്ള 5 ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ടൈപ്സ് ഓഫ് വെജിറ്റേഷൻ ഇത് 5 ഏതൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ്, സെക്കൻഡ് വൺ ട്രോപ്പിക്കൽ ഡിസീഡസ് ഫോറസ്റ്റ്, തേർഡ് വൺ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് ഓർ സ്ക്രബ്സ്, ഫോർത്ത് വൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ മാൻഗ്രൂവ് ഫോറസ്റ്റ്. ഇങ്ങനെ 5 എണ്ണാണുള്ളത്. നമുക്ക് ഓരോന്നിൻ്റെയും എക്സാമ്പിളുകളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. മക്കളെ നിത്യഹരിത വനങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴും പച്ചപ്പും ഹരിതാഭയുള്ള വളരെ ഗ്രീനറി ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിലെ. കാണാൻ തന്നെ എന്ത് രസമാണ്, അടിപൊളിയാണ് അല്ലേ, മനോഹരമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ട്രോപ്പിക്കൽ ഡിസീഡസ് ഫോറസ്റ്റ് ആണ്. മക്കളെ നിങ്ങൾ കാണാം ഇല പൊഴിയും കാടുകളാണ്. അതായത് ഓരോ ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, മരങ്ങളിൽ ഇല ഇങ്ങനെ പൊഴിക്കുന്നുണ്ട്, മരങ്ങളൊക്കെ ഇല പൊഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ടൈമിലൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ നാട്ടിൽ ചില പ്രത്യേക മരങ്ങളൊക്കെ തന്നെ ഇല പൊഴിക്കുന്നില്ലേ. പ്രത്യേകിച്ച് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ടീക്ക് അല്ലെങ്കിൽ തേക്ക്, നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ ഇല പൊഴിക്കുന്നുണ്ട്. അതേപോലെ ഇല പൊഴിക്കുന്ന ഒരുപാട് മരങ്ങൾ തെളിഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ് നമ്മൾ 2. തേർഡ് വൺ നിങ്ങൾ നോക്ക്, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ സ്കേർബ്സ് ആണ്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് കാണാം പ്രധാനമായിട്ട് ഡെസേർട്ട് റീജിയൻ ആണ്. കള്ളിമുള്ളി ചെടികളൊക്കെ വളരുന്ന പ്രധാനപ്പെട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ അവിടെയും ഒരു വെജിറ്റേഷൻ ഉണ്ട്. ഡെസേർട്ട് റീജിയൻ ഉണ്ട്, അവിടെയും വെജിറ്റേഷൻ ഉണ്ട്. അത്തരത്തിലേക്കുള്ള ഇതാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള ലാൻഡിൽ പോലും വെജിറ്റേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ കണ്ടത് ഫോർത്ത് വൺ മൗണ്ടെയിൻ ഫോറസ്റ്റ് ആണ്. മൗണ്ടെയിൻ ഫോറസ്റ്റ് മീൻസ് നിങ്ങൾ കണ്ടത് ഒരു മൗണ്ടെയിൻ ഉണ്ടെങ്കിൽ ആ മൗണ്ടെയിനെ നേരെ താഴെ കാണുന്ന ഫോറസ്റ്റ് ആണ്. മക്കളെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവിടെ കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു മൗണ്ടെയിൻ അവിടെ ഉണ്ടല്ലേ. ആ മൗണ്ടെയിനെ നേരെ താഴെ എന്തുണ്ട്, ഇതേപോലെ തന്നെ ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഫോറസ്റ്റിനെയാണ് മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നിങ്ങൾ നോക്ക്, മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. മാൻഗ്രൂവ് കണ്ടൽ കാടുകളാണ് അല്ലേ. സാധാരണ നമുക്കറിയാം ഈ പറയുന്ന റിവർ വാലീസിലൊക്കെ എസ്പെഷ്യലി നമ്മുടെ ഈ പറയുന്ന കോസ്റ്റൽ റീജിയനിലൊക്കെ കാണുന്നതാണ് ഇത് മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ പറയുന്ന കോസ്റ്റൽ റീജിയനൊക്കെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എസ്പെഷ്യലി സുനാമി, ഫ്ലഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കോസ്റ്റൽ റീജിയനെ രക്ഷിക്കുന്ന, അതേപോലെ തന്നെ ഫിഷിനൊക്കെ തന്നെ ഏറ്റവും വളരാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത് അല്ലേ, കണ്ടൽ കാടുകൾ. അപ്പോൾ ആ കണ്ടൽ കാടുകളുടെ ഫോറസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കകത്തുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുന്ദർബൻ എന്ന് പറയുന്ന സുന്ദർബൻ ഡെൽറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെയൊക്കെ കണ്ടൽ കാടുകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കേട്ടോ. മാൻഗ്രൂവ് ഫോറസ്റ്റിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലമാണ്. അപ്പോൾ മക്കളെ ഇത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട 5 ടൈപ്സ് ഓഫ് വെജിറ്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ തന്നെ ഓരോന്നിൻ്റെയും കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും നമുക്ക് എഴുതിനകത്തുണ്ട്, നമ്മുടെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ചിനകത്തുണ്ട്. അപ്പോൾ ഇതുവരെ ഈ പറയുന്ന നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ നിഞ്ചയ്ക്കകത്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായി ഉഷാറായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ, സ്റ്റഡി മെറ്റീരിയലുകൾ എല്ലാം നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ചേരുക. ഇനി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ചാനൽ ഇത് നിർബന്ധമായിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. മക്കളെ നിർബന്ധമായി നിങ്ങളെ കമൻറ്റുകൾ കൂടി ഈ വീഡിയോയ്ക്ക് നേരെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഞാൻ അവസാനിപ്പിക്കുന്നു. സോ ബൈ എവരിവൺ, ബൈ.